ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം. രേവതി ആണെന്നുണ്ടെങ്കിൽ കത്ത് തരാൻ വേണ്ടിയിട്ട് രേവതിയുടെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ടല്ലോ, അവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ട് കയറി വരുന്നത്. വന്ന ഉടനെ തന്നെ വെള്ളം ചോദിക്കുന്നുണ്ട്. ഇതാ അമ്മയെ കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് വെള്ളമായിട്ട് രേവതി അങ്ങ് ചെല്ലുമ്പോഴാണ് അവിടെ കുറച്ചു പേര് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ചന്ദ്ര കാണുന്നത്. രേവതി കൊടുത്ത വെള്ളം മേടിച്ചു കുടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ചന്ദ്ര ചോദിക്കുന്നത് ഇത് ആരാണെന്ന്. ഇതെന്റെ റിലേറ്റീവ്സ് ആണ് അമ്മേ, അവരുടെ മകളുടെ കല്യാണമാണ്, അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നതിന് ശേഷം അവർക്ക് ചന്ദ്രയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. അവര് എങ്ങനെ സുഖമാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാതെ ചന്ദ്ര അങ്ങ് മുറിയിലേക്ക് പോവാണ്. ചന്ദ്രയുടെ ആ ഭാവം കാണുമ്പോൾ തന്നെ അവരെ നാണം കെടുത്തി വിടും എന്നുള്ള കാര്യം രേവതിക്ക് അറിയാലോ. ചന്ദ്രയുടെ പുറകെ തന്നെ രേവതിയും ചെല്ലുന്നുണ്ട് അവരുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. രേവതി ഉള്ളിലേക്ക് വന്ന ഉടനെ തന്നെ ആരെ അടി ഇതെന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അമ്മ ഞാൻ പറഞ്ഞല്ലോ എന്റെ ബന്ധുക്കളാണ് എന്നുള്ള കാര്യം. അവര് കല്യാണക്കത്ത് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ കല്യാണക്കത്ത് തരാൻ വേണ്ടി വന്നതാണെന്നുണ്ടെങ്കിൽ മേടിച്ചു വെച്ചിട്ട് അവരെ അങ്ങ് പറഞ്ഞു വിടല്ലേ വേണ്ടത്. കണ്ടവരെയൊക്കെ വീട്ടിൽ കയറ്റിയിട്ട് ഭക്ഷണം വിളമ്പുവാണോ? ഞാനമ്മേ സച്ചേട്ടനെ വിളിച്ച് ചോദിച്ചതാണ്. അപ്പൊ സച്ചേട്ടനാ പറഞ്ഞത് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വിട്ടാ മതി എന്നുള്ള കാര്യം. അല്ലെങ്കിലും അവൻ അങ്ങനെയൊക്കെ പറയല്ലോ, കാരണം നീ അവന് അങ്ങനെയാണല്ലോ മാറ്റിയെടുത്തിരിക്കുന്നത്. ഇതെന്താണ് വീടാണോ അതോ സത്രാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അമ്മയെ ദയവ് ചെയ്തിട്ട് ഒച്ചയെടുക്കല്ലേ, അവര് കേൾക്കുന്നു പറയണേ. നീ എന്താടി എന്നോട് കൽപ്പിക്കാൻ മാത്രമൊക്കെ ആയോന്ന് വെച്ചിട്ട് ചന്ദ്രങ്ങ് ദേഷ്യപ്പെടുവാണേ. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് തീരുന്നതെന്ന്. ഇതുപോലെ എല്ലാവരെയും വീട്ടിൽ കയറ്റി ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തിട്ടായിരിക്കുമല്ലേ നീ വിടുന്നുണ്ടാവുക. അമ്മേ ഇവിടെ വരുന്നവരാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നതല്ല, അവരൊക്കെ കുറച്ച് കഴിവുള്ള കുടുംബമാണ്. പിന്നെ നിന്റെ കുടുംബക്കാരല്ലേ വലിയ കഴിവുള്ളവർ തന്നെ ആയിരിക്കും. നിങ്ങൾ പൂ കിട്ടുന്നു, അവർ ചിലപ്പം പഴം വിൽക്കുന്നുണ്ടാകും. അമ്മേ ദയവ് ചെയ്തിട്ട് ഒന്ന് പറയുന്നത് കേൾക്കൂ. അവര് നല്ല കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവരൊന്ന് ഭക്ഷണം കഴിച്ച് പോയിക്കോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അമ്മ വേണമെന്നുണ്ടെങ്കിൽ അവർ പോയി കഴിഞ്ഞിട്ട് 2 അടി വേണമെങ്കിലും എന്നെ അടിച്ചോ, കുഴപ്പമില്ല. പക്ഷെ അവരുള്ള സമയത്ത് ദയവ് ചെയ്തിട്ട് ഒന്നും പറയരുത്. നീ എന്താടി എനിക്ക് ഓർഡറൊക്കെ ഇടുവാണോ? ശരി ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയ ചന്ദ്രങ്ങ പുറത്തേക്ക് വന്നിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോവാണ്. അമ്മയെ ദയവ് ചെയ്തിട്ട് ഒന്നും പറയരുത്, കെഞ്ചി കേൾക്കാന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ലടാ ചന്ദ്ര. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ആന്റി എന്ന് ചോദിച്ചിട്ട്. വാ ശ്രുതി, നീ ഇങ്ങോട്ട് വാ. നീ തന്നെ ഈ അന്യായത്തെ ചോദ്യം ചെയ്യണം ശ്രുതി. ഇവിടുത്തെ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തീരുന്നെന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നീ അങ്ങോട്ടേക്കൊന്ന് നോക്ക്, നീ ശ്രുതി അങ്ങോട്ടേക്കൊന്ന് നോക്ക്. അപ്പോഴാണ് ശ്രുതി അവിടെ ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത്. അവരാണെന്നുണ്ടെങ്കിൽ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മട്ടിൽ ചോദിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതുപോലെ തന്നെ ഇവള് ഓരോരുത്തരെ വിളിച്ചു കൂട്ടിയിട്ട് ഭക്ഷണം വിളമ്പല്ലേ ചെയ്യുന്നത്. അമ്മ ഒന്ന് മെല്ലെ പറയാം, അവർ കേൾക്കില്ലെന്ന് ചോദിക്കുമ്പോ അവരുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്കെന്താ പ്രശ്നം, അവര് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ കേൾക്കട്ടെ. എന്താ രേവതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ചന്ദ്രയുടെ ചോദിക്കുമ്പോ പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? ഇങ്ങനെ ആൾക്കാർ ഇല്ലാത്ത സമയത്ത് ചോദ്യം പറച്ചിലൊന്നും ഇല്ലാതെ വന്നങ്ങ് തിന്നിട്ട് പോവുകയാണോ? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ രേവതിയുടെ അമ്മയുടെ ചേച്ചിയോ അങ്ങനെ ആരോ ആണ് കേട്ടോ. അത് പറയുന്നുണ്ട്. നിങ്ങൾ ആരേലും ആയിക്കോട്ടെ, എനിക്കെന്താ പ്രശ്നം? നിങ്ങളുടെ കുടുംബക്കാരും കൂട്ടക്കാരും അതൊക്കെ ഇവളുടെ വീട്ടിൽ മതി. കത്ത് തരാൻ വേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നിട്ട് അതുവഴി പൊക്കണം, അല്ലാതെ ഇവിടെ തിന്നും കുടിച്ചും താമസിക്കുന്ന മട്ടാണല്ലോ കാണുന്നത്. അവരുടെ സംസാരം കേൾക്കുമ്പോഴേക്കും അവർക്കും ഭയങ്കരമായിട്ട് നാണക്കേട് പോലെ തോന്നുകയാണ്. ചേന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത് അവർ കൈ കഴുകി പോകാൻ വേണ്ടി പോവാണ്. അവര് ഭക്ഷണം കഴിക്കാതെ പോകുന്നത് കാണുമ്പോൾ രേവതി പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോ ആന്റി എന്ന്. രേവതി നീ ജീവിക്കാൻ വേണ്ടി വന്ന് വീട് വലുതാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാരുടെ മനസ്സ് അത്ര വലുപ്പമില്ലാതെ പോയി. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിൽ വെച്ച് ഒന്നും പറഞ്ഞതല്ല. നിങ്ങളുടെ വീട്ടിലെ മരുമകള് നിങ്ങളുടെ അടുത്ത് ചോദിക്കാതെ വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം വിളമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യം വരില്ലേ, അതുപോലെ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചൊന്നും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഭക്ഷണമൊന്നും പാതിയാക്കി പോകേണ്ട കാര്യമൊന്നുമില്ല, കഴിച്ചിട്ട് പോയാൽ മതി. അവസാനം നിങ്ങൾ പുറത്തു പോയിട്ട് രേവതിയുടെ അമ്മായിമ്മ ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതെ പാതി വഴിയിൽ എഴുന്നേൽപ്പിച്ച് വിട്ടു എന്നൊന്നും പറയണ്ടെന്ന് പറയാണേ. ഇത് കേട്ട ആ കൂട്ടത്തിലുള്ള ചേച്ചി പറയുന്നുണ്ട്, ഇല്ല ഞങ്ങള് അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരല്ല, ഞങ്ങൾക്കിപ്പോ വിശക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നില്ല, പോവാണ്. പിന്നെ രേവതി നീ സന്തോഷമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നുള്ള കാര്യം നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിന്റെ സന്തോഷം എന്താന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. അതിന്റെ പുറകെ രേവതിയും പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്ര പറയുന്നത്, കണ്ടില്ലേ ശ്രുതി, എന്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തോടു കൂടി വന്നിട്ട് അവർക്ക് രോക്ഷം വേറെ. അവരങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം രേവതി വന്നിട്ട് ഇപ്പൊ അമ്മയ്ക്ക് സമാധാനായോ? അവരുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാകും. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ അവര് പോയി കഴിഞ്ഞതിന് ശേഷം എന്നെ ചീത്ത വിളിക്കുകയെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ അമ്മ കിടന്ന് തുള്ളുമല്ലായിരുന്നു. അവരെന്താ ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നാണോ അമ്മ വിചാരിക്കുന്നത്? അവര് അവരുടെ മകളുടെ കല്യാണത്തിന് കത്ത് തരാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി വന്നതാണ്. അവരെ അമ്മ ഇങ്ങനെ അപമാനപ്പെടുത്തിയിട്ട് പറഞ്ഞു വിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ദേഷ്യമുണ്ട്, പക്ഷെ സങ്കടവും വരുന്നുണ്ട് കേട്ടോ. നീ ആരോട് ചോദിച്ചിട്ടാണ് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തത്?
അങ്ങനെ കല്യാണ കത്ത് തരാൻ വേണ്ടി വന്നതാണെങ്കിൽ വെള്ളം കൊടുത്തിട്ട് അവരെ പറഞ്ഞേക്കേണ്ടതല്ലേ? ഇത് നോക്ക് അമ്മേ, ഞങ്ങൾക്ക് വലിയ കഴിവില്ല എന്നുണ്ടെങ്കിലും ആര് വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിലേക്ക് ആര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു വിടുന്നതാണ് ഞങ്ങളുടെ വഴ. എന്താടി, എനിക്ക് ഇതൊന്നും അറിയില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? ആർക്ക് ക്ഷണം കൊടുക്കണം, ആരൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും നീ എനിക്ക് പറഞ്ഞു തരണ്ട. എന്നോട് ചോദിക്കാതെ നീ അവർക്ക് ഭക്ഷണം കൊടുത്തത് തെറ്റാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, രേവതി നിനക്ക് ആന്റിയുടെ അടുത്തൊന്ന് ചോദിച്ചിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നോ എന്ന്. ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ, ഇത് എന്റെ വീടാടി, ഇവിടെ എന്ത് നടക്കണം എന്നുള്ള കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത്. പാതി ഭക്ഷണം വേസ്റ്റ് ആയി, അതെല്ലാം വേസ്റ്റ് തന്നെയല്ലേ? നിങ്ങൾക്കൊക്കെ എന്തുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും രോക്ഷത്തിന് മാത്രം യാതൊരു കുറവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് തുള്ളുവാണ് ചന്ദ്ര. നോക്കിക്കൊണ്ടിരിക്കാതെ പോയിട്ട് ഞങ്ങൾക്കുള്ള ഭക്ഷണം റെഡിയാക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര മുറിയിലേക്ക് അങ്ങ് പോവാണ്. അതിന്റെ പുറകെ തന്നെ വാല് പോലെ ശ്രുതിയും പോകുന്നുണ്ട്. ഇത് ചേച്ചിമാരുടെ അടുത്ത് പോയതാണ് കേട്ടോ കാണിക്കുന്നത്. ചേച്ചിമാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഓരോ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിലൊരു ചേച്ചിയുടെ ഹസ്ബൻഡ് നന്നായിട്ട് കുടിച്ചു വന്നിട്ട് പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ഭക്ഷണത്തിന് പകരമായിട്ട് അവിടെ പ്ലേറ്റിലുണ്ടായിരുന്ന പൂവ് എടുത്ത് കഴിച്ചു എന്ന് പറയണേ. ഓ, അത്രയ്ക്കും ബോധം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മറ്റൊരു ചേച്ചി. എന്നിട്ട് എന്തായി അവസാനം? എന്ത് ചെയ്യാനാ, രാവിലെ മുതൽ ഫുള്ള് ബാത്റൂമിൽ പോക്കായിരുന്നു. ഇവരിതൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതി വേറെ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് രേവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആദ്യമൊന്നും വിളിക്കുമ്പോൾ രേവതി ശ്രദ്ധിക്കുന്നില്ല. രേവതി, നീ കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡ് ചെയ്ത കാര്യം? ഇത് കേട്ട രേവതി ആണെങ്കിൽ അവര് പറഞ്ഞൊന്നും കേട്ടിട്ടില്ലല്ലോ, എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണേ. അല്ല രേവതി, നിനക്ക് എന്താ പറ്റിയത്? എപ്പോഴും കളകളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, ഇപ്പൊ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്ത് ചെയ്യാനാണ് ചേച്ചി, ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം കുറ്റമായി പോവാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് രേവതി, ഞങ്ങൾ എന്ത് കുറ്റാ പറഞ്ഞത്? ഇല്ല ചേച്ചി, ഞാൻ നിങ്ങളെയല്ല ഉദ്ദേശിച്ചത്, എന്റെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ രേവതി നടന്ന സംഭവങ്ങളൊക്കെ പറയണേ. ഇത് കേട്ട് ചേച്ചി, ഇങ്ങനെയൊക്കെയാണോ നിന്റെ അമ്മായിമ്മ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ ചേച്ചി, ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത്. അത് മാത്രമല്ല, അവരുടെ മുമ്പിന്ന് എന്നെ ചീത്ത വിളിക്കേണ്ട, എന്നെ ഒറ്റയ്ക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു, അവരെ അപമാനപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തു ചേച്ചി. ഇങ്ങനെയൊക്കെയാണോ നിന്റെ അമ്മയമ്മ പെരുമാറുന്നത്? എന്തൊരു സ്ത്രീയാണ് അവര്. നീ അവരുടെ അടുത്ത് പറഞ്ഞതല്ലേ അവര് പോയി കഴിഞ്ഞതിന് ശേഷം ചീത്ത വിളിച്ചോളാൻ വേണ്ടിയിട്ട്? എന്നിട്ട് അതൊന്നും കേൾക്കാതെ അവർക്ക് നിന്നെ ചീത്ത വിളിക്കാഞ്ഞിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല അല്ലേ? നിന്റെ സ്ഥാനത്ത് രേവതി ഞാനാണെന്നുണ്ടെങ്കിൽ അവരുടെ നാക്ക് പറിച്ചെടുത്തേനെ. അവര് ബോധമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയണുണ്ട് വിചാരിച്ചിട്ട് ചേച്ചി എനിക്കും അതുപോലെ പറയാൻ വേണ്ടി പറ്റുമോ? രേവതി, നീ ഇങ്ങനെ വായടച്ച് ഇരുന്നിട്ടാണ് അവര് നിന്റെ തലയിൽ കയറിയിട്ട് നിരങ്ങുന്നത്. രേവതി, ഇത് നോക്ക്, കാലാകാലമായിട്ട് ഒരു പെണ്ണിനെ എതിരാളി എന്ന് പറയുന്നത് മറ്റൊരു പെണ്ണാണ്. നമുക്കൊക്കെ നല്ല ഭർത്താക്കന്മാരെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും നല്ലൊരു അമ്മായിമ്മയെ കിട്ടുന്നത് കഷ്ടം തന്നെയാണ്. ആൾക്കാരെ ജോലിക്കാരിയാക്കാൻ വേണ്ടിയിട്ടാണ് ചില അമ്മായിമ്മമാര് അവരെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് തന്നെ. അത് ചേച്ചി പറഞ്ഞത് ശരി തന്നെയാണ്. രേവതി, നിന്റെ വീട്ടില് ഇനിയും 2 മരുമക്കളില്ലേ? അവരെ കുറിച്ചിട്ട് നിന്റെ അമ്മായിമ്മ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയൂ? ഇല്ലല്ലോ, കാരണം നമ്മള് കഴിവില്ലാത്ത വീട്ടിലെ പെണ്ണുങ്ങളായി പോയില്ലേ, അതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നാണ് അവരുടെ വിചാരം. രേവതി, അവര് പറയുന്നത് അനുസരിച്ചിട്ട് നീ തുള്ളിക്കൊണ്ട് നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അവര് നിന്റെ തല കയറി നിരങ്ങും. ഇനിയും ആ സ്ത്രീയുടെ ശരീരത്തിൽ മൊത്തം കൊഴുപ്പാണ്, അതിച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് ചെയ്യേ. നൈസായിട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ, കഥ കടച്ചിട്ട് ബെൽറ്റ് കൊണ്ട് നല്ലോണം അടിക്ക്. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? മൂത്തവരെ നമ്മൾ അടിക്കാൻ വേണ്ടി പാടുണ്ടോ എന്ന് രേവതി ചോദിക്കുകയാണ്. ജീവിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുന്ന പെണ്ണുങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് തന്നെയാണ് തിരിച്ചു ചെയ്യേണ്ടത്. രേവതി, നിനക്കറിയോ, എന്റെ അമ്മായിമ്മയാണെങ്കിലുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ കുറ്റമായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് എപ്പോഴും എന്നെ അപമാനപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുക. എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കണ്ടു നിൽക്കുന്നത്. ഒരു ദിവസം ഞാനുണ്ടല്ലോ ദോശക്കല്ലില് കരണ്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് അവരുടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുത്തു. എന്താ ചേച്ചി നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് രേവതി ചോദിക്കണ്ടേ? പിന്നെ എന്താ ചെയ്യേണ്ടത്? എത്രയെന്ന് വിചാരിച്ചിട്ട് നമ്മളും ക്ഷമിക്കുന്നത്. അത് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ എന്റെ അമ്മായിമ്മ എന്റെ പരിസരത്ത് പോലും വരില്ല, മിണ്ടാതെ ഒരു മൂലക്കിലിരുന്നോളൂ. പിന്നെ വേറൊരു ചേച്ചി പറയുന്നുണ്ട്, ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും എന്റെ അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഞാന് മുളകൊക്കെ കുറച്ച് കൂടുതലിട്ട് നല്ലൊരു രസം അങ്ങ് വെച്ചു കൊടുത്തു. ആ രസം കുടിച്ചോട് കൂടിയിട്ട് 3 ദിവസം ബാത്റൂമിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. പിന്നെ അതിനുശേഷം ഉണ്ടല്ലോ ഇന്നേ വരെ ഒരു കുറ്റവും എന്റെ ഒരു ഫുഡിനും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കേട്ട് രേവതി വയ്ക്കുന്നത്, അയ്യോ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. പിന്നെ നിന്റെ പോലെ അയ്യോ പാവം നോക്കിയിരിക്കണോ? അങ്ങനെ നീ നോക്കുന്നത് കൊണ്ടാണ് നിന്റെ അമ്മായിമ്മ നിന്നെ ഈ വിധത്തിൽ നടത്തുന്നത്. രേവതി, നമ്മള് അമ്മായിമ്മയ്ക്ക് മര്യാദയൊക്കെ കൊടുക്കണം എന്ന് കരുതിയിട്ട് നമ്മുടെ അഭിമാനം വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ വയസ്സായിട്ടുള്ള ആൾക്കാരല്ലേ, നമ്മുടെ അമ്മയെ പോലെയല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ, നിന്റെ അമ്മ നിന്നോട് എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യോ? ഇല്ല, പക്ഷേ അത് നമ്മൾ ചെയ്യുന്നത് പാപമാണ്.
അപ്പൊ നിന്റെ അടുത്ത് അവർ ചെയ്യുന്നതൊന്നും പാവല്ലേ? പറയുന്നത് കേക്ക് രേവതി. ഒരു ദിവസം ഉണ്ടല്ലോ അമ്മായിമ്മയെ ബെൽറ്റ് എടുത്തിട്ട് 4 അങ്ങ് കൊടുക്ക്. അങ്ങനെ 4 കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ അമ്മായിമ്മ നിന്റെ പരിസരത്ത് പോലും വരില്ല. ഇല്ല ഞാനൊരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഇതെല്ലാം വലിയ തെറ്റാണെന്ന് രേവതി പറയുമ്പോ, നല്ല അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്? നിന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ലല്ലോ. നിന്റെ അമ്മായിമ്മയ്ക്ക് കൊണ്ടല്ലോ ഇത് ഒരൊറ്റൊന്ന് മാത്രമേ ഉള്ളൂ മരുന്ന്. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നീ അവിടെ അപമാനപ്പെട്ട് തന്നെ ജീവിക്കേണ്ടി വരും. അത് നീ ആലോചിച്ച് നോക്ക്. തുടർന്ന് കാണിക്കുന്നത് വീട്ടില് ചന്ദ്രമതി ഇരുന്ന് TV കണ്ടോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ശ്രുതി കയറി വരുന്നുണ്ട്, അമ്മാന്ന് വിളിച്ചുകൊണ്ട്. എന്താടാ നീ ഇന്ന് പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ, അമ്മേ കോൾഡ്, എന്താ പുറത്ത് മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാനോട്ടോ ചന്ദ്ര. അമ്മയെ ജലദോഷം പിടിച്ചതുപോലെ തോന്നുന്നത്. വന്ന ഉടനെ തന്നെ ചന്ദ്രയുടെ അരികെ ചെന്നിരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും, ഇവിടെ ഇരിക്കത്തടാ, അങ്ങോട്ട് മാറിയിരിക്കും, എനിക്കും പടരുന്ന് പറയുന്നുണ്ട് ചന്ദ്ര. രാവിലെ ഒന്നും നിനക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് നിനക്ക് എങ്ങനെയാണ് ജലദോഷം പിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അമ്മയെ ദിവസം മുഴുവനും AC-യിലല്ല ഇരിക്കുന്നത്, ഒരുപക്ഷെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടും ആവാൻ സാധ്യതയുണ്ട്. നീ ചുമ്മാ പറയേണ്ട ശ്രുതി, നീ പുറത്തു പോയിട്ട് എന്തെങ്കിലും തണുത്തത് കുടിച്ചിട്ടുണ്ടാകും. ഇല്ല അമ്മ എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട്, ആ ശരി അമ്മേ, ഇന്നലെ ഞാൻ ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തു പോയിട്ട് തണുത്ത എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജലദോഷം പിടിക്കുന്നുള്ള കാര്യം അറിയില്ലേ? അറിയാമേ, പക്ഷേ ഒരു കൊതിയോണ്ട് കുടിച്ചു പോയതാണ്. ഇനിയിപ്പോ എന്തായാലും ഒരാഴ്ചത്തേക്ക് നീ തന്നെ കഷ്ടപ്പെടണ്ടേ. അമ്മ ഞാൻ ടാബ്ലറ്റ് എന്തെങ്കിലും മേടിച്ചിട്ട് കഴിക്കാന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇതിനൊക്കെ പോയിട്ട് ആരെങ്കിലും ടാബ്ലറ്റ് ഒക്കെ മേടിച്ച് കഴിക്കും, കുറച്ച് ഞണ്ടിന്റെ സൂപ്പ് ഉണ്ടാക്കി കുടിച്ചാൽ മതി, എല്ലാം ശരിയായിക്കോളും. അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നല്ല പെപ്പറൊക്കെ ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാം ശരിയാകും. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മുന്നുണ്ട്. അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ മാറിയിരിക്കുവാണ്. അതേസമയം രേവതി അങ്ങ് കയറി പോകുന്നുണ്ട്. രേവതി ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കും. എന്താ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് രേവതി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നീ എവിടെ പോയിട്ട് ചുറ്റിക്കറങ്ങി വരുവാണടി? സാധാരണയായിട്ട് ഈ സമയത്ത് ഞാൻ പൂ കൊടുക്കാനല്ലേ അമ്മ പോവാറ്. ആയി വന്നെന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് കുറച്ച് ജോലി തിരക്ക് കൂടുതലുണ്ടായിരുന്നു. എല്ലാത്തിനേക്കാളും പ്രധാനം വീട്ടുജോലിയാണ്. അതുകൊണ്ട് തന്നെ നീ മാർക്കറ്റിൽ പോയിട്ട് ഞണ്ട് മേടിച്ചിട്ട് വാ. ഞണ്ടോന്ന് രേവതി ചോദിക്കുമ്പോൾ, അതേ ഞണ്ട് തന്നെ മേടിച്ചോണ്ട് വന്നിട്ട് സുധിക്ക് സൂപ്പ് വെച്ച് കൊടുക്ക്. അപ്പോഴേ അവന് പെട്ടെന്ന് തന്നെ ജലദോഷം മാറുള്ളൂ. അതിനിടയ്ക്ക് സുധി ഒരു 100 പ്രാവശ്യമെങ്കിലും തുമ്മുന്നുണ്ട് കേട്ടോ. തുമ്മിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ പോയിട്ട് മേടിച്ചിട്ട് സൂപ്പ് വെച്ച് കൊടുക്ക്. എന്നെ കൊണ്ട് പോവാൻ വേണ്ടി പറ്റില്ല അമ്മേ. എന്താ നീ പറഞ്ഞത്, പോകില്ല എന്നോ? അതെ, അമ്മയ്ക്ക് തന്നെ അറിയാലോ അമ്മയുടെ മോന് വേണ്ടിയിട്ട് ഞാൻ തനിയെ ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല എന്നുള്ള കാര്യം. വേണമെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയേ, അവള് വേണമെങ്കിൽ ചെയ്യട്ടെ. അവള് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഞണ്ട് കിട്ടും. ശ്രുതി വലിയ വീട്ടിലെ പെണ്ണാണ്, അവള് പോയിട്ട് മാർക്കറ്റിൽ നിന്ന് ഞണ്ട് മേടിച്ച് വരണമെന്നോ? മര്യാദയ്ക്ക് നീ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞത് ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോഴും രേവതി അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, എന്നെ കൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല അമ്മയെന്ന്. പിന്നെ നീ എന്തിനാടി വീട്ടിൽ നിൽക്കുന്നത്? വന്ന് അവളെ എനിക്ക് ഒട്ടും മര്യാദ തരുന്നില്ല. ഞാൻ അമ്മയ്ക്ക് മര്യാദയൊക്കെ തരുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് സൂപ്പ് ഉണ്ടാക്കി ഞാൻ കൊടുക്കില്ല. നിന്റെ സ്വന്തക്കാരെ ഞാൻ ചീത്ത പറഞ്ഞു വിട്ടത് കൊണ്ട് അതിന് പകരം വീട്ടാണോടെ നീയേ ഇമ്മാതിരി പണിയൊന്നും എന്റെ അടുത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് ചെയ്യേ. എനിക്കമ്മ വേറെ ജോലിയുണ്ട്, ഞാൻ പൂ കെട്ടാൻ വേണ്ടി പോകാറുണ്ട്. ചന്ദ്രന്റെ അടുത്ത് രേവതി അങ്ങ് പോവുകയാണേ. നിന്റെ പൂക്കളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് കുപ്പയിൽ കൊണ്ട് കളയും. നിന്റെ സ്വന്തക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നേരം ഉണ്ടല്ലോ. ഞാൻ പറയുന്ന കാര്യമൊന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? അത് തന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. വേണമെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന്റെ കാശ് ഞാൻ അമ്മയ്ക്ക് അങ്ങ് തന്നോളാം. എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? അമ്മേ, സൂപ്പ് മേടിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വേറെ കാശ് കൊടുക്കാമെന്ന് ശ്രുതി. നമ്മൾ എന്തിനാടാ ഇവൾക്ക് കാശ് കൊടുക്കുന്നത്? ഇവളിവിടെ സുഖമായിട്ടല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവള് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇവൾക്ക് പണി ചെയ്യിപ്പിക്കും. ആദ്യം ഞാൻ പറഞ്ഞത് പോയി ചെയ്യടി എന്നുള്ള കാര്യം വീണ്ടും ചന്ദ്ര പറയുമ്പോ, അമ്മയ്ക്ക് എന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് വേറെ ജോലി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ? നീ എന്താടി അമ്മയ്ക്ക് നേർക്ക് നിന്നിട്ട് സംസാരിക്കുകയാണോ? ഞാൻ അങ്ങനെ നേർക്ക് നിന്ന് സംസാരിച്ചതല്ല, ചോദിച്ചതിന് മറുപടി പറഞ്ഞതാണ്. ആദ്യം നീ അമ്മ പറഞ്ഞത് പോയി ചെയ്യടി എന്നുള്ള കാര്യം ശ്രുതി ഭയങ്കര ദേഷ്യത്തിൽ ഇരുന്നോടത്തൊക്കെ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ശ്രുതി, അവളുടെ അടുത്ത് ചെയ്യാൻ വേണ്ടി പറയേ എന്ന് പറഞ്ഞ് രേവതി പോകുമ്പോ, നിക്ക്, ഇപ്പൊ നീ എന്തിനാ ശ്രുതിയെ ഇതിലേക്ക് വലിച്ചിടുന്നത്? അല്ലെങ്കിലും അവൾ എന്തിനാ നീ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? അവളുടെ സ്റ്റാറ്റസ് എന്താണ്? നിന്റെ സ്റ്റാറ്റസ് എന്താണ്? നിന്റെ ഭർത്താവാണോ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞത്? നീയാണോ ശ്രുതിയുടെ അടുത്ത് ജോലി ചെയ്യാൻ വേണ്ടി പറയുന്നത്? അവള് ആരാണെന്നുള്ള കാര്യം നിനക്കറിയോ? അവളൊരു മൾട്ടി മില്യണറിന്റെ മകളാണ്. നിന്നെ പോലെ തെരുവിൽ പൂ വെക്കുന്ന ആളുടെ മകളല്ല. അവളെ കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ആദ്യം പറഞ്ഞ ജോലി പോയി ചെയ്യടി പോ എന്ന് പറഞ്ഞ് ആട്ടുന്നുണ്ട്. ഇത് കേട്ട രേവതിയാണെങ്കിൽ ചന്ദ്രയെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ചന്ദ്രയ്ക്കും ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. ഉടനെ തന്നെ മുറിയിലേക്ക് അങ്ങ് പോവുകയാണ്. അവിടെ പോയിട്ട് അങ്ങ് ബെൽറ്റ് അങ്ങ് എടുത്തോണ്ട് വരുവാണ്. രേവതിയാണെങ്കിൽ ബെൽറ്റ് പുറകിൽ പിടിച്ചിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അമ്മ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. നീ നിന്റെ ഇഷ്ടത്തിന് മുറിയിലേക്ക് പോയിട്ട് തിരികെ വന്നിട്ട് പോസ് ചെയ്ത് നിൽക്കുവാണോ? പോയിട്ട് ഞണ്ട് മേടിച്ചോണ്ട് വരാനല്ലടി നിന്റെ അടുത്ത് പറഞ്ഞതൊക്കെ വെച്ചിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ഇത് കേട്ട രേവതി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്താ ജലദോഷം കുറയണം അത്രയല്ലേ ഉള്ളൂ? അതേന്ന് ശ്രുതി പറയുന്നുണ്ട്. അതിന് മറ്റൊരു വൈദ്യമുണ്ട്. ജലദോഷം മാത്രമല്ല, എന്നെയും എന്റെ ഭർത്താവിനെയും തരം താഴ്ത്തി സംസാരിക്കുന്നതിന്റെ
അഹങ്കാരം ഉണ്ടല്ലോ അതും പോകാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട് ബെൽറ്റ് എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ശ്രുതിക്കിട്ടിട്ട്. ഇത് കണ്ട ഉടനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇരുന്നാടുന്ന് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. അപ്പോഴും രേവതി അടി നിർത്തിയിട്ടില്ല കേട്ടോ, പൂര അടിയാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്കിട്ടിട്ട്. ശ്രുതി ഓടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പുറകെ പോയി അടിച്ചോണ്ടിരിക്കുകയാണ്. അമ്മയെ രക്ഷിക്കമ്മേ, അമ്മ എന്താ നോക്കി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കണ്ടേ. ചന്ദ്രയ്ക്ക് അടി കിട്ടരുതെന്ന് വിചാരിച്ചിട്ട് നൈസായിട്ട് പതുങ്ങി ഒരു സ്ഥലത്ത് പോയി നിൽക്കുവാണ്. നിർത്ത് നീ എന്തിനാ ഇപ്പൊ എന്നെ അടിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എന്റെ കുടുംബത്തെ മൊത്തത്തിൽ കരയിപ്പിച്ച നിനക്ക് ഞാൻ സൂപ്പ് ഉണ്ടാക്കി തരണോ അല്ലേടാന്ന് ചോദിച്ചിട്ട് വീണ്ടും അടിക്കുവാണേ. അങ്ങനെ അടി കൊണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി നീ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ശ്രുതി എന്നെ അടിക്കുന്നു ശ്രുതി എന്ന് പറയാണ് കേട്ടോ കരഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി. നിന്റെ ഭർത്താവിന് ഞണ്ടിന്റെ സൂപ്പ് വേണം, എന്താടി നീ ചെയ്തു കൊടുക്കില്ലേ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ശ്രുതിക്കും കൊടുക്കുവാണ് കേട്ടോ ബെല്ലെടുത്തിട്ട് രേവതി. എന്താടി നിനക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ലേ, എല്ലാം ഞാൻ തന്നെ ചെയ്യണോടി എന്നുള്ള കാര്യം ചോദിച്ചിട്ട് രണ്ടെണ്ണത്തിന് മാറി മാറി അടിക്കുവാണ് കേട്ടോ രേവതി. കുറച്ചു നേരം അടി കൊണ്ടിട്ട് രണ്ടുപേരും താഴെ വീഴുന്നുണ്ട്. എന്നിട്ട് സോറി രേവതി എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പാണ് രണ്ടാളും. അത് കാണുമ്പോൾ രേവതി അടി നിർത്തുന്നുണ്ട്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ അത് കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു പ്രതിമയെ പോലെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അനങ്ങാൻ പോലും പറ്റുന്നില്ല ചന്ദ്രയ്ക്ക്. കാരണം രേവതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ പ്രതിമ താഴേക്ക് വീഴുന്നത് പോലെ ചന്ദ്ര സോഫയിലേക്ക് അങ്ങ് വീണിങ്ങനെ കിടക്കുവാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. രേവതിയുടെ ഈ പെർഫോമൻസ് ഇഷ്ടമായവർ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്